14 റൗണ്ടുകൾ പൂർണ്ണമായും 14 ബൂത്തുകൾ പൂർണ്ണമായും എണ്ണിയ പോത്തുകലിലെ കൗണ്ട് ചെയ്യപ്പെട്ട 8ാം റൗണ്ടിൽ പൂർണ്ണമായും അത് ഷൗക്കത്തിന് അനുകൂലമായ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പോത്തുകൽ ഇടതുമുന്നണിയെ കൈവിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇത് വരുന്ന റൗണ്ടുകളിലും ഉണ്ടാകുമോ? പോത്തുകലിനപ്പുറമുള്ള ചുങ്കത്തറയിലും പോത്തുകലിന്റെ അവശേഷിക്കുന്ന 9ാം റൗണ്ടിലെ 14 ബൂത്തുകളിലും എന്ത് സംഭവിക്കുമെന്ന ചോദ്യമുണ്ട്. അവശേഷിക്കുന്ന നിലമ്പൂരും അമരമ്പലത്തും ഇതുതന്നെയാണ് ചിത്രമെങ്കിൽ ഷൗക്കത്ത് വീണ്ടും ലീഡ് ഉയർത്തി മുന്നോട്ട് പോകാനാണ് സാധ്യത. 9 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. പോത്തുകലിലെ 28 ബൂത്തുകൾ കൂടി എണ്ണിക്കഴിയുമ്പോഴുള്ള ഭൂരിപക്ഷമാണിത്. 35,682 വോട്ടുകൾ ഷൗക്കത്ത് നേടി. 30,254 വോട്ടുകൾ മാത്രമാണ്. പി വി അൻവർ 10,000-ൽ പരം വോട്ടുകൾ 10,461 വോട്ടുകളായി പി വി അൻവറിന്റെ വോട്ട് നില ഉയർത്തുന്നു. ശ്രദ്ധിക്കുക, 10,000-ൽ പരം വോട്ടുകൾ അൻവർ അവകാശപ്പെടുന്ന രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ വെറും 8 റൗണ്ടുകളുടെ കണക്കുകൾ മാത്രമാണ് പൂർത്തിയാവുന്നത്. അപ്പോൾ തന്നെ ഷൗക്കത്ത് 10,000-ൽ പരം വോട്ടുകൾ, ക്ഷമിക്കണം, അൻവർ 10,000-ൽ പരം വോട്ടുകൾ. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം. 20,000 എന്ന കണക്കൊന്നും അപ്രാപ്യമല്ല അൻവറിനെ സംബന്ധിച്ച്. അങ്ങനെ തന്നെ സംഭവിക്കും രഞ്ജിത്ത്. തീർച്ചയായും 10,000 കടന്ന അൻവർ എന്നുള്ള വലിയ ഒരു കറുത്ത കുതിരയായി അൻവർ മാറുന്നു. അൻവർ ഷൗക്കത്തിന്റെ വിജയം 6,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം എത്തുമ്പോൾ പോലും 10,000-ന് മുകളിൽ വോട്ടുകൾ നേടി അൻവർ തന്നെ അവഗണിക്കാനാവില്ല എന്ന് പറയുകയാണ്. KPCC അധ്യക്ഷന്റെ പ്രതികരണത്തിലും അത് വളരെ വ്യക്തമായിരുന്നു. അൻവറിനായുള്ള അടച്ച വാതിൽ വേണമെങ്കിൽ തുറക്കാം, എന്തിനാണ് വാതിലിന് താക്കോൽ എന്ന് വളരെ കൃത്യമായി ചോദിക്കുകയാണ്. പക്ഷേ എല്ലാവരും ചർച്ച ചെയ്യേണ്ടി വരും. അവഗണിക്കാനാവുന്ന ഒന്നല്ല, ഒരു ചെറിയ ഫാക്ടറാണ് അൻവർ. വലിയ ഫാക്ടർ എന്ന് പറയുമ്പോഴും അവിടെ അൻവറിന് മുന്നിൽ UDFന്റെ വാതിലുകൾ വീണ്ടും തുറന്നേക്കാം എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അത്. അൻവറിന് മുന്നിൽ UDFന്റെ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിനുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ KPCC അധ്യക്ഷൻ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകം 10,000-ന് മുകളിൽ വോട്ടുകൾ പിടിച്ചാണ് ഈ 8 റൗണ്ട് കഴിയുമ്പോൾ അൻവർ തന്റെ കരുത്ത് തെളിയിക്കുന്നത്. സ്വരാജ് എന്ന ഇടതു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ജന്മദേശത്തിൽ പിന്നോട്ട് പോയി എന്ന രാഷ്ട്രീയ ചിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ അടുത്ത റൗണ്ട് നിർണായകമാണ്. പൂർണ്ണമായും പോത്തുകല്ല് കൗണ്ട് ചെയ്യപ്പെടുന്ന 9ാം റൗണ്ടിലും ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ സ്വരാജിനെ ജന്മദേശവും കൈവിട്ടു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പോത്തുകല്ല് രാഷ്ട്രീയം പറയുന്നു, പോത്തുകല്ല് കൗണ്ട് ചെയ്യപ്പെടുകയാണ്. എന്തായാലും നിർണായകമായ ഘട്ടത്തിലൂടെ കൗണ്ടിംഗ് കടന്നു പോകുമ്പോൾ പോത്തുകല്ലിന്റെ ഈ കൗണ്ടിംഗ് നിർണായകമാണ്. ഇടതുപക്ഷത്തിന് എന്തെങ്കിലും അവശേഷിക്കുന്ന പ്രതീക്ഷ വരുന്ന പഞ്ചായത്തുകളിലാണ്. സ്വദേശവും സ്വരാജിനെ ചുങ്കത്തറയും നിലമ്പൂരും. ചുങ്കത്തറയിൽ 34 ബൂത്തുകൾ, അത് 12 റൗണ്ട് കഴിയുമ്പോൾ ചുങ്കത്തറ എണ്ണി കഴിയും. അവിടെ നമുക്കറിയാം ചുങ്കത്തറയിൽ കഴിഞ്ഞ തവണ LDFന് UDFന് 300 വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകിയ ഒരു മണ്ഡലമാണ് ചുങ്കത്തറ. അതേസമയം നിലമ്പൂർ നഗരസഭയിലേക്ക് വരുമ്പോഴാണ് അല്പം പ്രതീക്ഷ LDFന് ബാക്കിയുള്ളത്. 1,500-ന് മുകളിൽ ഭൂരിപക്ഷം 2021-ൽ നൽകിയ ഒരു മണ്ഡലം, ഒരു നഗരസഭ കൂടിയാണ് അത്. അവിടെ ഭരിക്കുന്നത് LDF ആണ്. അവിടെ പുറകോട്ട് പോയാൽ പിന്നെ ഷൗക്കത്തിന് പിന്നോട്ട് നോക്കേണ്ടി വരില്ല. ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും, ഷൗക്കത്ത് വിജയം ഉറപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച മട്ടിലാണ് UDF പ്രവർത്തകരുടെ ആഹ്ലാദം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ നിലമ്പൂരിന്റെ മണ്ണിൽ ഇങ്ങനെ ഉദിച്ചുയരുന്ന സാഹചര്യം നമുക്ക് കാണാം. വലിയ മുദ്രാവാക്യം വിളികൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇനി മുന്നേറ്റം തുടരുമോ എന്ന കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതുണ്ടായേക്കാം എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. LDF പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാകുന്നില്ല. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ ചോരുന്നു. അതിപ്പോൾ അൻവർ കൊണ്ടുപോയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വളരെ കൃത്യമായ കണക്കെടുപ്പുകൾ വേണ്ടിവരും. അൻവർ എഫക്ട് എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നു.